നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ കാണാനായിട്ട് കഴിയും. അതിലൊരു പ്രത്യേക വിഭാഗമാണ് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഭാവിക്കുന്ന ഒരു വിഭാഗം. അവർ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കും, പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഒരാൾക്കൊരു ഹൃദയാഘാതം വന്ന് അദ്ദേഹം ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഏതോ ഒരു പോഴൻ മുട്ട ധാരാളമായി കഴിക്കാനായിട്ട് പറഞ്ഞു അത്രേ. അപ്പോൾ ഹൃദയാഘാതം വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് മുട്ട ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും അയാളുടെ രക്തധമനികൾ അടയും, ഹൃദയത്തിൻ്റെ കുഴലുകൾ അടയും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മുറിവൈദ്യന്മാർ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അവരതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും സമൂഹത്തിനെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് അത്. ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ കാണുന്നത് മർക്കസ് അറീലിയസ് എന്ന റോമൻ ഭരണകർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 10,000 ആളുകളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പക്ഷം വെറും പൊള്ളത്തരമാണ്. കാരണം അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി അതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്നൊരു വ്യക്തിയായിരിക്കണം. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തി കമ്പ്യൂട്ടറിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം കമ്പ്യൂട്ടറിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. എപ്പോഴും പിന്നെയും ലോകത്തിൽ സാങ്കേതികവിദ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനും കൂടെ അദ്ദേഹം പഠിക്കണം. എന്നാലേ അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് അധികം പേർക്കും വിദ്യാഭ്യാസമില്ല. പക്ഷേ അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പലതിനെക്കുറിച്ചും ആധികാരികമായ ജ്ഞാനം ഉള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വിഷയത്തിനെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ആദ്യമേ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോകും.